ഹായ് ഡിയേഴ്സ്, DIY നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഫേസ് പാക്കുകളുടെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓരോരോ ആൾക്കാർക്കും അവരവരുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഫേസ് പാക്ക് സെലക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. ഏത് ഫേസ് പാക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷൻ പലരും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും നിങ്ങളുടെ ഫേസിന് സ്യൂട്ടാവുന്നതും എന്ന് നിങ്ങൾക്ക് തോന്നുന്നതും മാത്രം ചെയ്താൽ മതി. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഫേസ് പാക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. അത് ഒറ്റ യൂസിൽ തന്നെ നല്ല നിറവും തിളക്കവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും. എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. 101% റിസൾട്ട് തന്നെ തരുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണിത്. അതിൻ്റെ ആ റിസൾട്ട് എന്താണെന്നുള്ളത് അത് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ആ റിസൾട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഒരു ഫേസ് പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് മുഖത്ത് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം അത് എത്രത്തോളം നിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നുള്ളത്. നാച്ചുറൽ ആയിട്ടുള്ള ബ്ലീച്ചിങ് ഗുണങ്ങളൊക്കെ തന്നെ ഉരുളക്കിഴങ്ങിലുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കണം. പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ ഏത് ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ വെറും വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഇനി നിങ്ങൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. റോസ് വാട്ടർ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മുടെ 3 ഇൻഗ്രീഡിയൻസും കൂടി ഞാനിവിടെ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് അരമുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങ അലർജി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് 1 ടീസ്പൂൺ തേൻ കൂടി ചേർക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാകുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് പാക്ക് ഇട്ട കൈയും പാക്ക് ഇടാത്ത കൈയും തമ്മിലുള്ള ആ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ട്രൈ ചെയ്താൽ മതി. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. ട്രൈ ചെയ്യുന്നവർക്കൊക്കെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ പെർമനന്റ് ആയിട്ടുള്ള വൈറ്റനിങ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത്ര നല്ലതാണ് ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫേസിന്. ഞാനിപ്പോൾ കയ്യിൽ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ വെക്കുക. ഡ്രൈ ആയി കഴിഞ്ഞാൽ സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ കൈ വാഷ് ചെയ്തിട്ടുണ്ട്. കൈ വാഷ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എത്രത്തോളം ഗ്ലോ വന്നിട്ടുണ്ട്, എത്രത്തോളം ബ്രൈറ്റൻ ആയിട്ടുണ്ട് എൻ്റെ കൈ എന്നുള്ള കാര്യം. പാക്ക് അപ്ലൈ ചെയ്ത കൈയും പാക്ക് അപ്ലൈ ചെയ്യാത്ത കായും തമ്മിൽ നല്ല കളർ ചേഞ്ച് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്രയ്ക്ക് 1-2 ഷെയ്ഡ് കളർ കൂടിയിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ. ഇനി ഈ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് നിങ്ങളിത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് വരുന്ന മാറ്റം ശരിക്കും നിങ്ങളെ അതിശയപ്പെടുത്തുന്ന ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മാത്രമല്ല സ്കിന്നിലെ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ കറുത്ത പാടുകൾ എല്ലാം തന്നെ മാറി കിട്ടും. മുഖം നല്ല പോലെ തന്നെ ക്ലിയർ ആവുകയും ചെയ്യും. മാത്രമല്ല എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണിത്. മുഖത്ത് മാത്രമല്ല കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതലെടുക്കാം അല്ലെങ്കിൽ കുറച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ കുറച്ച് കൂടുതലുണ്ടെന്ന് കരുതി ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഒരു 3-4 ദിവസം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി തരുവാണ്. 1-2 ഷെയ്ഡ് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൂട്ടാനായിട്ട് പറ്റും ഒറ്റ യൂസിൽ തന്നെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷെ ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അത് യൂസ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് ശരിക്കും അറിയാനായിട്ട് പറ്റും. മാത്രമല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലിത് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ 1-2 തവണ വെച്ചിട്ട് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് നല്ല പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. മുഖം അത്രത്തോളം നന്നായിട്ട് തന്നെ ഗ്ലോ വയ്ക്കും ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്